everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 15th lecture on the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In this lecture, we are going to start our new chapter, that is Process Costing Applications. And the main contents that we are going to discuss in this lecture are meaning of process costing, features of process costing, application of process costing. Okay, we are going to learn the meaning of process costing. Process costing is that form of operation costing which is used to ascertain the cost of the product at each process or stage of manufacture where processes are carried. It means that ചില പ്രോഡക്ട്സുകൾ ഫൈനൽ പ്രോഡക്റ്റായിട്ട് വരുന്നത് മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് മാനുഫാക്ചറിലൂടെ കടന്നു പോയതിന് ശേഷമായിരിക്കും. ഓക്കെ, ദ മെറ്റീരിയൽ ഹാസ് ടു ഗോ ത്രൂ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ 3 ഡിഫറെൻറ്റ് പ്രോസസ്സസ് ആൻഡ് the processes are process 1, process 2 and process 3. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 പ്രോസസ്സുകളിലൂടെ കടന്നു വന്നിട്ടാണ് പി എന്ന് പറയുന്ന ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് വരുന്നത്. ക്ലിയർ? സോ ഇങ്ങനെയുള്ള പ്രോഡക്ട്സിൻ്റെ കേസിൽ in order to ascertain the cost of the product at each process or stage of manufacture, ആ ഓരോ പ്രോസസ്സിലും ഓരോ സ്റ്റേജ് ഓഫ് മാനുഫാക്ചറിലും ഉണ്ടാകുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാമ്പിൾ പ്രകാരം പ്രോസസ് 1, പ്രോസസ് 2 ആൻഡ് പ്രോസസ് 3, ഈ ഓരോ പ്രോസസ്സിലും പ്രോസസ് 1ൻ്റെ കോസ്റ്റ് എത്രയാണ്, പ്രോസസ് 2ൻ്റെ കോസ്റ്റ് എത്രയാണ്, പ്രോസസ് 3യുടെ കോസ്റ്റ് എത്രയാണ്, അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ക്ലിയർ? ആൻഡ് ഹിയർ ഈസ് എ ഡെഫിനിഷൻ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് വിച്ച് ഇസ് ഗിവൺ ബൈ ICMA, Institute of Cost and Management Accountants. They defines process costing as it is that form of operation costing where standardized goods are produced to ascertain the cost of the product at each stage of manufacture and where material is passed through various operations to obtain a final product. അതായത് പ്രോസസ് കോസ്റ്റിംഗ് ഈസ് a form of operation costing and where standardized goods are produced. Okay, standardized goods produce ചെയ്യുന്നു to ascertain the cost of product at each stage of manufacture. ഓരോ സ്റ്റേജ് ഓഫ് മാനുഫാക്ചറിലുമുള്ള കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട്. ക്ലിയർ? ആൻഡ് ഈച്ച് സ്റ്റേജ് ഓഫ് മാനുഫാക്ചർ റെഫേഴ്സ് ടു ഈച്ച് പ്രോസസ് ദ മെറ്റീരിയൽസ് ഈസ് ഗോയിങ് ത്രൂ ടു obtain the final product and where material is passed through various operations to obtain a final product. So ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രോസസ് കോസ്റ്റിംഗ് ഇസ് എ ഫോം ഓഫ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് അല്ലേ, ഒരു ഓപ്പറേഷൻ കോസ്റ്റിങ്ങിൻ്റെ ഒരു ഫോമാണ്. ആൻഡ് where standardized goods are produced, standardized goods, the goods produced are standardized and process costing is used to ascertain the cost of product at each stage of manufacture. Okay, each stage of manufactureൽ ഉള്ള കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ടാണ് പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മെറ്റീരിയൽ ഇസ് പാസ്ഡ് ത്രൂ വേരിയസ് ഓപ്പറേഷൻസ് ടു ഒബ്റ്റെയിൻ എ ഫൈനൽ പ്രോഡക്റ്റ്. ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് ഹാഡ് ടു ഗോ ത്രൂ വേരിയസ് ഓപ്പറേഷൻസ് or various processes. Clear? Then what are the features of process costing? And the first one is continuous flow of identical products. That means production is done having a continuous flow of identical products except where plant and machinery is shut down for repairs etc. അതായത് പ്രോസസ് കോസ്റ്റിങ്ങിൽ നമുക്കറിയാം മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ പാസ് ചെയ്തിട്ടാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ലഭിക്കുന്നത്. സോ ഒരു പ്രോസസ്സിലെ
ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ആ പ്രോസസ്സിലെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ആൻഡ് അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ആൻഡ് ദീസ് ഫ്ലോയിങ് പ്രോഡക്ട്സ് ആർ ഐഡൻറ്റിക്കൽ. എന്തുകൊണ്ടാണ് ഐഡൻറ്റിക്കൽ എന്ന് പറയുന്നത്? നമ്മൾ ഒരു പ്രോഡക്റ്റ്, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കിട്ടാനായിട്ട് സെയിം റോ മെറ്റീരിയൽസ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ഒരു റോ മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് ദീസ് സെയിം റോ മെറ്റീരിയൽസ് ആർ കണ്ടിന്യൂസ്ലി ഫ്ലോയിങ് ത്രൂ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. ഓക്കെ, അതുകൊണ്ടാണ് ഐഡൻറ്റിക്കൽ എന്ന് പറയുന്നത്. ചില സ്പെഷ്യൽ കേസസ്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ റിപ്പയേഴ്സിനൊക്കെ ആയിട്ട് ഷട്ട് ഡൗൺ ആവുന്ന ടൈമിൽ ഈ കണ്ടിന്യൂസ് ഫ്ലോ ഇൻറ്ററപ്റ്റ് ചെയ്യപ്പെടും. ക്ലിയർ? ദെൻ ക്ലിയർലി ഡിഫൈൻഡ് പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് ദ അക്യുമുലേഷൻ ഓഫ് ഓൾ കോസ്റ്റ്സ്. പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ്. ആൻഡ് ദർ വിൽ ബി എ ക്ലിയർ ഡെഫിനിഷൻ ടു ദീസ് പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഈ പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സിന് ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ദർ വിൽ ബി അക്യുമുലേഷൻ ഓഫ് ഓൾ കോസ്റ്റ് ബൈ ദ കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്ററിൽ എല്ലാ കോസ്റ്റുകളും അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ആ കോസ്റ്റുകൾ എന്തൊക്കെയാണ്? മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ്സ് ഒക്കെ അതിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ദെൻ മെയിൻ്റനൻസ് ഓഫ് ആക്യുറേറ്റ് റെക്കോർഡ്സ്. There is maintenance of accurate records of the units and part units produced and cost incurred by each process. അതായത് ഓരോ പ്രോസസ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോഡക്ട്സിൻ്റെ യൂണിറ്റ്സ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് യൂണിറ്റ്സ്, ഇറ്റ് മീൻസ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ പ്രോസസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് ആൻഡ് ഓരോ പ്രോസസ്സിലും ഉണ്ടാകുന്ന കോസ്റ്റിൻ്റെ റെക്കോർഡ്സ്, ഇതെല്ലാം ആക്യുറേറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇൻ പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ റോ മെറ്റീരിയൽ ഓഫ് ദ നെക്സ്റ്റ് പ്രോസസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ പാസ് ചെയ്തിട്ടാണ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആവുന്നത്. സോ ഒരു പ്രോസസ്സിലെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഒരു പ്രോസസ്സിലെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റോ മെറ്റീരിയൽ ടു നെക്സ്റ്റ് പ്രോസസ്. ക്ലിയർ? ആൻഡ് സോ ഓൺ അണ്ടിൽ ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത് വരെയും ഒരു പ്രോസസ്സിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രോസസ്സിലെ റോ മെറ്റീരിയൽ തന്നെയാണ്. ക്ലിയർ? ദെൻ the fifth one is avoidable and unavoidable losses, and these may arise at different stages of manufacture for various reasons. പല കാരണങ്ങൾ കൊണ്ടും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചറിൽ പല സ്റ്റേജസിൽ ഈ അവോയ്ഡബിൾ ലോസസും അൺഅവോയ്ഡബിൾ ലോസസും ഒക്കെ സംഭവിക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ലോസസ് ഓർ ഗെയിൻസ് ഈസ് ടു ബി സ്റ്റഡീഡ് ഇൻ ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. അതായത് ഈ ഒരു മെത്തേഡ്, അതായത് ഈ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഇങ്ങനെ ഉണ്ടാവുന്ന നോർമൽ ആൻഡ് അബ്നോർമൽ ലോസസ് അല്ലെങ്കിൽ നോർമൽ ഗെയിനോ അബ്നോർമൽ ഗെയിനോ അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങിൽ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ക്ലിയർ? ദെൻ സംടൈംസ് ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് അറ്റ് ട്രാൻസ്ഫർ പ്രൈസ്. ചില ടൈമിൽ ഒരു പ്രോസസ്സിൽ നിന്നും മറ്റൊരു പ്രോസസ്സിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസിന് അയക്കത്തില്ല. സംടൈംസ് ദ ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോസസ് ടു അനദർ അറ്റ് ട്രാൻസ്ഫർ പ്രൈസ്. ട്രാൻസ്ഫർ പ്രൈസിൽ ചെയ്യും. ഓക്കെ, ട്രാൻസ്ഫർ പ്രൈസിൽ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു കമ്പയർ the transfer price with the market price and to have a check on the inefficiency and losses occurring on a particular process. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ പ്രൈസിന് അയക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് ഓരോ പ്രോസസ്സിലും ഉണ്ടാകുന്ന ഇൻഎഫിഷ്യൻസീസ് എന്തൊക്കെയാണ് ആൻഡ് വാട്ട് ആർ ദ ലോസസ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ പ്രോസസ്. ക്ലിയർ? ദെൻ ഒബ്റ്റെയിനിങ് ആക്യുറേറ്റ് ആവറേജ് കോസ്റ്റ്സ്. അതായത് നമുക്ക് ആക്യുറേറ്റ് ആവറേജ് കോസ്റ്റുകൾ കിട്ടാനായിട്ട് ഇറ്റ് ഈസ് നെസസറി ടു മെഷർ ദ പ്രൊഡക്ഷൻ അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചർ. അതായത് നമുക്ക് ക്ലിയർ ആയിട്ട് ആവറേജ് കോസ്റ്റ് എത്രയായി എന്നറിയണം എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജ് ഓഫ് മാനുഫാക്ചറിലെയും പ്രൊഡക്ഷൻ
മെഷർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് ഓൾ ദ ഇൻപുട്ട് യൂണിറ്റ്സ് മേ നോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, സം മേ ബി ഇൻ പ്രോഗ്രസ്. അതായത് നമുക്കിപ്പോൾ ആവറേജ് കോസ്റ്റ് പ്രോപ്പറായിട്ട് അറിയണം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനും ഐഡൻറ്റിഫൈ ചെയ്യണം. മെഷർ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സം മേ ബി ഫിനിഷ്ഡ്. ചില പ്രോസസ്സുകളിലൊക്കെ ചില ഗുഡ്സൊക്കെ എന്താണ് ഫിനിഷ്ഡ് ആയിരിക്കും. പക്ഷെ ചില പ്രോസസ്സ് എന്താണ് ദേ ആർ ഇൻ വർക്കിംഗ്, ദാറ്റ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ചിലത് കാണും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ആവറേജ് കോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റൂ. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഇഫക്റ്റീവ് യൂണിറ്റ്സ് ഈസ് ടു ബി ലേൺ ഇൻ ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. അതായത് ആ ഇഫക്റ്റീവ് യൂണിറ്റ്സ്, അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ്സും പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ള യൂണിറ്റ്സും അതിൻ്റെയൊക്കെ ബേസിസിൽ ഇഫക്റ്റീവ് യൂണിറ്റ്സ് എത്രയുണ്ടെന്ന് പ്രോസസ് കോസ്റ്റിങ്ങിൽ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ദെയർ ബൈ അറൈവ് അറ്റ് ആക്യുറേറ്റ് ആവറേജ് കോസ്റ്റ്സ്. പിന്നെ അത് യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആവറേജ് കോസ്റ്റിൽ എത്തിച്ചേരുകയും ചെയ്യും. ക്ലിയർ? ആൻഡ് ദ 8th ഫീച്ചർ ഈസ് വാലുവേഷൻ ഓഫ് ബൈ പ്രോഡക്ട്സ് ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. അതായത് നമ്മളുടെ ഈ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ കടന്നു വരുമ്പോൾ നമുക്കറിയാം ചില കേസസിൽ ബൈ പ്രോഡക്ട്സും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ബൈ പ്രോഡക്ട്സ് നമുക്കറിയാവുന്നതാണ്, നമ്മൾ സെയിം റോ മെറ്റീരിയലിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. പക്ഷേ നമ്മളുടെ മെയിൻ പ്രോഡക്റ്റ് കാണും. ഇത് ജസ്റ്റ് ഒരു ഇൻസിഡൻ്റലായിട്ട് ഉണ്ടായ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ ഈ ബൈ പ്രോഡക്ട്സിൻ്റെ വാല്യുവേഷൻ പ്രോപ്പറായിട്ട് പ്രോസസ് കോസ്റ്റിങ്ങിൽ ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ബിഫോർ പോയിൻ്റ് ഓഫ് സെപ്പറേഷൻ. ജോയിൻറ്റ് പ്രോഡക്ട്സിൻ്റെ കേസിൽ ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യണം അല്ലേ? അപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രോഡക്റ്റിനും നമുക്കറിയാം, ജോയിൻറ്റ് പ്രോഡക്ട്സിൻ്റെ കേസിൽ ഒരു പോയിൻ്റ് ഓഫ് സെപ്പറേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഈ രണ്ട് പ്രോഡക്ട്സും രണ്ടായിട്ടാണ് അതിൻ്റെ കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ആ പോയിൻ്റ് ഓഫ് സെപ്പറേഷന് മുൻപ് തന്നെ ജോയിൻറ്റ് കോസ്റ്റിൻ്റെ അപ്പോർഷൻമെൻറ്റും നമുക്ക് പ്രോസസ് കോസ്റ്റിങ്ങിൽ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് കൂടിയാണ് ഈ പറഞ്ഞത്. ക്ലിയർ? അതാണ് വാല്യുവേഷൻ ഓഫ് ബൈ പ്രോഡക്ട്സ് ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. ആൻഡ് ദെൻ ഔട്ട്പുട്ട് ഈസ് യൂണിഫോം ആൻഡ് ഓൾ യൂണിറ്റ്സ് ആർ എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ. അതായത് നമുക്കറിയാമല്ലോ, ഔട്ട്പുട്ട് യൂണിഫോം ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഒരേപോലുള്ളത് വരാനായിട്ടുള്ള കാരണം എന്താണ്? ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിലും ഒറ്റ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിലാണ് ഫൈനലി ഇത് എത്തിച്ചേരുന്നത്. സോ ഔട്ട്പുട്ട് ഈസ് യൂണിഫോം ഡ്യൂറിങ് വൺ ഓർ മോർ പ്രോസസ് ആൻഡ് ഓൾ യൂണിറ്റ്സ് ആർ എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ. എല്ലാ യൂണിറ്റ്സും ഏതാണ്ട് ഐഡൻറ്റിക്കലാണ്. നമ്മൾ ഫസ്റ്റ് ഫീച്ചർ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ദർ ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ്. ക്ലിയർ? ദെയർഫോർ the cost per unit of production can be ascertained only by averaging the expenditure incurred during a particular period. So നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇൻകർ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിന് ആവറേജ് ചെയ്താൽ മതിയാകും ഇൻ പ്രോസസ് കോസ്റ്റിംഗ്. ക്ലിയർ? ദെൻ not possible to trace the identity of any particular lot of output to any lot of input materials. അതായത് പ്രോസസ് കോസ്റ്റിങ്ങിൽ ഒരു പർട്ടിക്കുലർ ലോട്ട് ഓഫ് ഔട്ട്പുട്ടിനെ ഒരു പർട്ടിക്കുലർ ലോട്ട് ഓഫ് ഇൻപുട്ടിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ആ ഒരു ഫീച്ചർ ക്ലിയർ ആവും. ഇൻ ദ ഷുഗർ ഇൻഡസ്ട്രിയിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രേസ് എനി ലോട്ട് ഓഫ് ഷുഗർ ബാഗ്സ് ടു എ പർട്ടിക്കുലർ ലോട്ട് ഓഫ് ഷുഗർ കെയിൻ ഫെഡ് ഓർ വൈസ് വേഴ്സ. അതായത് നമുക്ക് ഒരു ലോട്ട് ഓഫ് ഷുഗർ ബാഗിനെ ഒരിക്കലും എന്താണ് ഒരു പർട്ടിക്കുലർ ലോട്ട് ഓഫ് ഷുഗർ കെയിനിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. ഷുഗർ കെയിൻ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത് ആൻഡ് ഷുഗർ ബാഗ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഷുഗർ ബാഗ് എന്ന് പറയുന്ന ഔട്ട്പുട്ടിൻ്റെ ലോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷുഗർ കെയിനിൻ്റെ പർട്ടിക്കുലർ ലോട്ട് ഓഫ് ഔട്ട്പുട്ടുമായിട്ട് അതിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ആ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ദർ ആർ 10 ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് വിച്ച് വി ഹാവ് സ്റ്റഡീഡ്. ക്ലിയർ? ഓക്കെ, ദെൻ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്? വിച്ച് ആർ ദ ഏരിയാസ് വെയർ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ്?
In fact, a process costing system can usually be devised in all industries except where job, batch or unit operation costing is necessary. അതായത് ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, ഈ 3 കോസ്റ്റിംഗ് മെത്തേഡ്സും യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ അത് നെസസറി ആയിട്ട് വേണ്ടുന്ന ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ വരുന്ന എല്ലാ ഇൻഡസ്ട്രീസിലും പ്രോസസ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ? ദെൻ ഹിയർ ആർ സം എക്സാമ്പിൾസ് ഓഫ് ഇൻഡസ്ട്രീസ് വെയർ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ്. പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഡസ്ട്രീസ് ആണ് ഇനി പറയുന്നത്. ഈ ഇൻഡസ്ട്രീസ് എല്ലാം നമുക്ക് സുപരിചിതമായ ഇൻഡസ്ട്രീസ് ആണ്. സോ നമുക്ക് ജസ്റ്റ് അതിൻ്റെ നെയിംസ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാം. കെമിക്കൽ വർക്ക്സ്, സോപ്പ് മേക്കിംഗ്, ബോക്സ് മേക്കിംഗ്, ഡിസ്റ്റിലേഷൻ പ്രോസസ്, paper mills. Then biscuit works, oil refining, textile, weaving, spinning, etc. Food products, canning factory, coke works, paint, ink and varnishing, etc. Meat products factory, milk dairy, etc. Okay, ഇത്രയും ഏരിയാസ് ഓഫ് ഇൻഡസ്ട്രീസ് എക്സാമ്പിൾസ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾസ് ആണ്. ഇവിടെയൊക്കെ പ്രോസസ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഇവിടെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ റോ മെറ്റീരിയൽസ് പാസ് ചെയ്തിട്ടാണ്. ക്ലിയർ? ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് മീനിങ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്, ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. താങ്ക് യു.